ചെയ്തതുകൊണ്ട് ഞാൻ എന്റെ ശബ്ദം കേൾക്കുന്നവരോട് പറയാണ്, ആഴിക്കലങ്ങി മറിഞ്ഞാലും കൊടുങ്കാറ്റടിച്ചു വീശിയാലും സമസ്തയെല്ലാം ഇതാ പൂപ്പൻ താടി പോലെ പറക്കാൻ പോകുന്നു എന്ന് ജനങ്ങൾ മനസ്സിലാക്കിയാലും ഒരു കാര്യം നിങ്ങൾ ഉറപ്പിച്ചോ, തഖ്വയുടെ മേലിൽ ഉലമാക്കളാൽ അസ്ഥിവാരമിട്ട സമസ്തക്ക് ഭൂമിയിൽ ഒരു പോറലേൽപ്പിക്കാൻ ലോകത്താർക്കും കഴിയില്ല. കാരണം ഉലമാക്കളുടെ മനസ്സുരുകിയ പ്രാർത്ഥന കൊണ്ട് ഉയരെടുത്തതാണ്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നമ്മളൊക്കെ പ്രവർത്തകരായത് കൊണ്ടാണ് സമസ്ത നിലനിൽക്കുന്നത് എന്ന്? അങ്ങനെ ആരും ധരിക്കേണ്ടതില്ല. നമ്മളൊക്കെ സമസ്തയിൽ നിന്ന് പോയാലും, മുഴുവൻ ആളുകളും സമസ്തയിൽ നിന്ന് പോയി സമസ്തയെ പരിഹസിച്ചാലും ഒരു കാര്യം ഉറപ്പിച്ചോ, സമസ്ത 100 അല്ല 200 അല്ല, ഈ ഭൂമിയിൽ സമസ്ത എന്നും നിലനിൽക്കും. അതിന് മാത്രം മനസ്സുരുകി പ്രാർത്ഥിച്ച സ്വാത്വികരായ ഉലമാക്കളുടെ മനസ്സുരുകിയ പ്രാർത്ഥനയിൽ നിന്നാണ് സമസ്ത ഉയരെടുത്തത് എന്ന കാര്യം നമ്മളാരും ഒരു കാലത്തും മറക്കണ്ട. അതുകൊണ്ട് തന്നെ കാരണം എന്താണ്? സമസ്തയുടെ ലക്ഷ്യം ഒന്ന് മാത്രമാണ്, ഇസ്ലാം ഇവിടെ നിലനിൽക്കണം, ദീൻ ഇവിടെ നിലനിൽക്കണം, ദീനിന്റെ യഥാർത്ഥ വഴി ഇവിടെ നിലനിൽക്കണം. എന്റെ സമുദായം 73 വിഭാഗമായി മാറും. കുല്ലുഹും ഫിന്നാർ, എല്ലാവരും നരകത്തിലാണ്. ഇല്ലാ മില്ലത്തൻ വാഹിദ, ഒരു സമൂഹം ഒഴികെ. ഏതാണ് ആ സമൂഹം പ്രവാചകരെ? സമുദായം മുഴുവനും വിവിധ ഭാഗങ്ങളായി, സംഘടനകളായി, പ്രസ്ഥാനങ്ങളായി മാറി ചേരിതിരിഞ്ഞു മുന്നോട്ട് പോകുമ്പോ ഒരു വിഭാഗം മാത്രമാണ് സ്വർഗത്തിൽ ഉണ്ടാവുക. ഏതാണ് ആ വിഭാഗം? മാ അന അലൈഹി വഅസ്ഹാബി, ഞാനും എന്റെ സ്വഹാബത്തും ജീവിച്ച മാതൃക സ്വീകരിച്ചവർ. ആ വഴി ഖുർആന്റെ മാതൃക സ്വീകരിച്ചവരെന്നല്ല. ഖുർആൻ ഓതാൻ ആളുകൾ പലതും ഉണ്ടാകും, പല സംഘടനകളും ഉണ്ടാകും. ഇവിടെ പറഞ്ഞല്ലോ ഖാദിയാനികൾ, മിർസാ ഗുലാം അഹമ്മദ് ഖാദിയാനി ഞാനാണ് പ്രവാചകൻ എന്ന് പറയാൻ ഓതിയത് ഖുർആനാണ്. ജമാഅത്തെ ഇസ്ലാമി ഇഖാമത്തുദ്ദീനും ഹുകൂമത്തെ ഇലാഹിയും പറയാൻ ഓതിയത് ഖുർആനാണ്. സ്വന്തം മാതാവ് മരിച്ചാൽ അവരെ കുഴിച്ചിട്ട് തിരിച്ചു പോന്നാ മതി എന്ന് പറയാൻ പുത്തൻവാദികൾ ഓതുന്നതും ഖുർആനാണ്. ലോകത്താരാ ഖുർആൻ ഓതാത്തത്? ജമിയത്തുൽ ലബാലീസ് എന്ന് പറഞ്ഞ ഇബ്ലീസിന്റെ അനുയായികൾ വന്നാലും അവരോതുന്നതും ഖുർആനായിരിക്കും. ഖുർആനെ തോന്നിയതുപോലെ വ്യാഖ്യാനിക്കുകയും തോന്നിയതുപോലെ അർത്ഥം കൊടുക്കുകയും ചെയ്യുന്ന ഒരു കാലം. അതുകൊണ്ടാണ് പ്രവാചകർ പറഞ്ഞത്, ഖുർആനാണെന്ന് പറഞ്ഞു വരുന്നവരെ നമ്പാനൊക്കില്ല, ഹദീസിന്റെ അനുയായികളാണെന്ന് പറഞ്ഞ് അഖിലേ ഹദീസ് എന്ന് പറയുന്നവരെ വിശ്വസിക്കാനാവില്ല. മാ അന അലൈഹി വഅസ്ഹാബി, ഞാനും എന്റെ സ്വഹാബത്തും ജീവിച്ച് കാണിച്ച ഒരു മാതൃകയുണ്ട് ഇവിടെ. ആ മാതൃക ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നവർ ആരാണോ അവരാണ് വിജയിച്ചവർ, അവരാണ് രക്ഷപ്പെട്ടവർ, അവരാണ് സ്വർഗത്തിന്റെ മാർഗം. അതാണ് 5 നേരം നമ്മൾ ദുആ ചെയ്യുന്നത്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ച മഹാരഥന്മാരുടെ വഴി, നീ അനുഗ്രഹിച്ച മഹത്തുക്കളുടെ വഴി, അതാ നമ്മൾ ദുആ ചെയ്യുന്നത്. ആ വഴിയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ നിലനിർത്തുന്നത്. ആ വഴി പ്രചരിപ്പിക്കാനാണ് സുന്നി യുവജന സംഘം ഉണ്ടാക്കിയത്, കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് ഉണ്ടാക്കിയത്, അതിന്റെ മദ്രസകൾ ഉണ്ടാക്കിയത്, മഹല്ല് ഫെഡറേഷൻ ഉണ്ടാക്കിയത്, SKSSF ഉണ്ടാക്കിയത്, ജമിയത്തുൽ മുഅല്ലിമീൻ ഉണ്ടാക്കുന്നത്, സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്നത്. എല്ലാം എന്തിനാണെന്നറിയോ? ഈ പൂർവീകരുടെ പാത നിലനിർത്താൻ വേണ്ടി മാത്രം. ഇവിടെയാ നമ്മൾ ആലോചിക്കേണ്ടത്. ഈ പൂർവസൂരികളുടെ പാത നിലനിർത്താൻ, അത് ഉമ്മത്തിനെ പഠിപ്പിക്കാൻ, അത് തലമുറക്ക് ബോധം നൽകാൻ, വളർന്നു വരുന്ന തലമുറയെ ആ വഴിയിൽ ഉറപ്പിച്ചു നിർത്താനാണ് ഈ പൂർവസൂരികളായ നേതാക്കൾ വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും മുഅല്ലിമീങ്ങൾക്കും ഉസ്താദന്മാർക്കും മുദരിസന്മാർക്കും വിദ്യാർത്ഥികൾക്കും ബാല്യന്മാരായ മക്കൾക്കുമൊക്കെ സംഘടനയുണ്ടാക്കുന്നതിന്റെ അടിസ്ഥാനം മാ അന അലൈഹി വഅസ്ഹാബി, മുൻഗാമികൾ കാണിച്ച ആ വഴി ഇവിടെ നിലനിർത്താൻ. അതിനു വേണ്ടി ഏതറ്റം വരെ പോകേണ്ടി വന്നാലും സമസ്ത പോകും. അതിനു വേണ്ടി എവിടെ പോകേണ്ടി വന്നാലും സമസ്തയുടെ പ്രവർത്തകന്മാര് മുന്നിലുണ്ടാകും. നമുക്കറിയാം, നമ്മളെ മുൻഗാമികളായ മഹാന്മാർ അതിനു വേണ്ടിയാണ് പരിശ്രമിച്ചത്. അതിന് വിരുദ്ധമായി ആര് വന്നാലും ആ വിരുദ്ധമായ പ്രവർത്തനങ്ങൾ അപകടമാണെന്ന് പറയാൻ ഉലമാക്കന്മാരാരെയും ഭയന്നിട്ടില്ല, സയ്യിദന്മാരാരെയും ഭയന്നിട്ടില്ല, മുൻഗാമികളായ മഹാരഥന്മാർ ആരെയും പേടിച്ചിട്ടില്ല. ഇവിടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഉണ്ടാക്കുന്ന കാര്യം നിങ്ങൾക്കറിയില്ലേ? ഐക്യ സംഘം എന്ന് പറഞ്ഞുകൊണ്ടാണ് വഹാബി സംഘം കടന്നു വന്നത്. ഐക്യ സംഘം എന്ന് പറഞ്ഞിട്ടാ കടന്നു വന്നത്, അനൈക്യ സംഘം എന്നല്ല പറഞ്ഞത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിച്ചിട്ട് പറഞ്ഞു ഇത് അനൈക്യമാണ്, ഇത് അനൈക്യമാണ്. അന്ന് പലരും പരിഹസിച്ചു, ഭൗതികന്മാരെ പലരും പരിഹസിച്ചു. ജനങ്ങൾ ഐക്യത്തിൽ നിൽക്കാൻ ഒരു സംഘടന ഉണ്ടാക്കിയപ്പോ അതും ആലിമീങ്ങൾ മൂല്യന്മാർക്ക് പറ്റില്ലെന്ന് പറഞ്ഞ് പരിഹസിച്ചു.
പക്ഷേ ഉലമാക്കൾ പറഞ്ഞു ഈ പേര് ഐക്യമാണെങ്കിലും ഇവിടെ ലക്ഷ്യം അനൈക്യമാണ്. പിന്നീട് ലോകത്തിന് അത് ബോധ്യപ്പെട്ടു. അതാണ് പിന്നെ വഹാബിസമായി മുജാഹിദായി മാറിയത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പറഞ്ഞു വഹാബിസം അപകടമാണ്. അവര് വിശുദ്ധമായ ഖുർആൻ ഓതി ജനങ്ങളെ അപകടത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. അന്ന് പല ആളുകളും പരിഹസിച്ചു, എന്തേ ഖുർആൻ വേണ്ടേ, എന്തേ ഹദീസ് വേണ്ടേ? ഉലമാക്കൾ പറഞ്ഞു ഖുർആൻ വേണം, ഹദീസ് വേണം, പക്ഷേ തന്നിഷ്ടപ്രകാരം വ്യാഖ്യാനിക്കരുത്, അത് അപകടമുണ്ടാക്കും. നിങ്ങൾ ആദർശത്തിൽ ഉറച്ചു നിൽക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. വിശുദ്ധമായ ഖുർആൻ എന്ത് പറയുന്നെന്ന്, ഹദീസ് എന്ത് പറയുന്നെന്ന് കണ്ട സ്വഹാബത്തിലൂടെ പഠിച്ച താബികളിലൂടെ പരമ്പരാഗതമായി മനസ്സിലാക്കുമ്പോഴാണ് യഥാർത്ഥ ഇസ്ലാം മനസ്സിലാക്കാൻ കഴിയുക. പക്ഷേ പലർക്കും അത് മനസ്സിലായില്ല. ഖുർആൻ ഇഷ്ടം പോലെ വ്യാഖ്യാനിച്ചു, ഹദീസ് പോലെ ഇഷ്ടം പോലെ വ്യാഖ്യാനിച്ച് നമ്മൾ എന്ന് വിളിച്ചപ്പോ അത് ശിർക്കാണെന്ന് പ്രസംഗിച്ചു. ബദരീങ്ങളെ എന്ന് വിളിച്ചപ്പോ അവരൊക്കെ മുശ്രിക്കാണെന്ന് പറഞ്ഞു. പക്ഷേ കാലം വഴഞ്ഞു നീങ്ങി. അന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇത് അപകടമാണെന്ന് പറഞ്ഞത് സത്യത്തിൽ ഒരർത്ഥത്തിൽ വഹാബികൾക്ക് പോലും ബോധ്യപ്പെട്ടിട്ടുണ്ടാകും, മുജാഹിദുകൾക്ക് പോലും ബോധ്യപ്പെട്ടിട്ടുണ്ടാകും. ഇന്നവർ പരസ്പരം ശിർക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇമാം നവവി റളിയല്ലാഹു അൻഹു പോലെയുള്ള മഹാരഥന്മാർ ഇസ്തിഗാസയും തവസ്സുലും സുന്നത്താണെന്ന് പറഞ്ഞ ഉലമാക്കളൊക്കെ മുശ്രിക്കായി തള്ളുമ്പോ അവരറിഞ്ഞിട്ടുണ്ടാവില്ല ഇത് അപകടത്തിലേക്കുള്ള പോക്കാണ് എന്ന്. ഇന്ന് ജിന്നിന്റെയും ശൈത്താന്റെയും പിശാചിന്റെയും പേര് പറഞ്ഞ് ആ വഹാബിസം എത്ര സംഘടനകളായി. എല്ലാരും സുന്നി സംഘടനകൾ പലതും മാറിയതുപോലെയല്ല. ഇന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വിഭാഗം പറയുന്നു നിങ്ങൾ ശിർക്ക് ചെയ്യുകയാണ്, മറ്റേ വിഭാഗം പറയുന്നു നിങ്ങൾ ചേകന്തുരിസം പ്രചരിപ്പിക്കുകയാണ്, ഒരു വിഭാഗം പറയുന്നു നിങ്ങൾ ശീശം പ്രചരിപ്പിക്കുകയാണ്. ഇത് സുന്നികളെ കുറിച്ചല്ല. അന്ന് സുന്നികളെ കുറിച്ച് പറഞ്ഞതൊക്കെ ഇന്ന് പരസ്പരം പറയുന്നിടത്തേക്ക് വഹാബിസം എത്തിയത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് സമസ്തയുടെ ആലിമീങ്ങൾ അന്നേ പറഞ്ഞു ഖുർആനും ഹദീസും സ്വയിഷ്ടപ്പോലെ നിങ്ങൾ വ്യാഖ്യാനിച്ചാൽ നാളെ നിങ്ങൾ തമ്മിലടിക്കേണ്ടി വരും. ആ ദുരന്തം ഇന്ന് വ്യക്തമായി നമ്മൾ കാണുകയാണ്. അതുകൊണ്ട് തന്നെ എന്റെ ശബ്ദം കേൾക്കുന്ന മുഴുവൻ സുഹൃത്തുക്കളോടും KSSFന്റെ ഈ വേദിയിൽ വെച്ച് പറയുന്നത് ഞങ്ങൾ സമസ്തയുടെ ഖാദിമീങ്ങൾ മാത്രമാണ്, സമസ്തയുടെ ഉലമാക്കൾ ഖിദ്മത്ത് ചെയ്യുന്ന അവര് പറയുന്ന ആദർശ പ്രചാരകർ മാത്രമാണ്. അഭിമാനത്തോടെ പറയുന്നത് പതറാതെ നിലനിൽക്കുന്ന, ചാഞ്ചാട്ടമില്ലാതെ നിലനിൽക്കുന്ന ഏക ആദർശം അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് മാത്രമായിരിക്കും. അതിന് വിരുദ്ധമായി വരുന്നവർക്കൊന്നും അവര് പറഞ്ഞ ആദർശത്തിൽ നിൽക്കാൻ കഴിയില്ല. നിങ്ങൾ ഓർത്തു നോക്കൂ, മഹാരഥന്മാരായ ആലിമീങ്ങളെ മുഴുവനും അവർ കളിയാക്കി. നൂല് മന്ത്രിക്കുന്നത് ശിർക്കാണെന്ന് പറഞ്ഞു, വെള്ളമൂതുന്നത് ശിർക്കാണെന്ന് പറഞ്ഞു. നൂല് മന്ത്രിക്കുന്നതും വെള്ളമൂതുന്നതും ശിർക്കും വിദഅത്തുമായി പറഞ്ഞ ആളുകൾ ഇന്ന് പിടിച്ചു നിൽക്കാൻ വേണ്ടി നൂലൂതി കൊടുക്കുന്ന, വെള്ളം മന്ത്രിച്ചു കൊടുക്കുന്ന പാണക്കാട് സയ്യിദന്മാരെ തന്റെ സമ്മേളനങ്ങളിലേക്ക് ആനയിച്ചു കൊണ്ടുപോകുന്ന ഗതികേടിലേക്ക് ഇന്ന് വഹാബിസം എത്തി നിൽക്കുകയാണ്. അവർക്ക് പോലും മനസ്സിലായി ഏലസും മുറുക്കുമുണ്ട്, ഞങ്ങൾക്കും രക്ഷപ്പെടാൻ കഴിയൂ എന്ന് അവർക്ക് പോലും തോന്നിയോ എന്ന് തോന്നിപ്പിക്കുന്ന വിധമുള്ള രസകരമായ കാഴ്ച ഇന്ന് നമ്മൾ കാണുകയാണ്. ഇനി ഒറ്റൊന്നേ വഹാബികൾക്ക് ചെയ്യാനുള്ളൂ. പാണക്കാട് സയ്യിദന്മാരെ അവരെ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അവരൂതി തരുന്ന നൂലും അവര് കെട്ടിത്തരുന്ന അവരൂതി തരുന്ന വെള്ളവും അതൊന്ന് അനുസരിക്കാനുള്ള മനസ്സുകൂടി കാണിച്ചാൽ ഇന്ന പ്രശ്നം തീരും. വഹാബിസം വലിച്ചെറിയും. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പന്താവിലേക്ക് അവർക്ക് കടന്നു വരാൻ കഴിയും. ജമാഅത്തെ ഇസ്ലാമി രൂപീകരണ കാലഘട്ടത്തിൽ അബുൽ ഹസൻ അലി നദ്വി പോലും അതിലംഗമായിരുന്നു. രൂപീകരണ കാലഘട്ടത്തിൽ. എന്നാൽ അദ്ദേഹം പോലും ഇത് വികല വീക്ഷണമാണെന്ന് പറഞ്ഞ് തിരിച്ചു പോന്നു. അന്ന് തന്നെ മഹാനായ ശൈഖുനാ വാണിയമ്പലം, അല്ലാഹു ദർജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ, മഹാനായ വാണിയമ്പലം ഉസ്താദ് ജമാഅത്തെ ഇസ്ലാമി കടന്നു വന്ന കാലഘട്ടത്തിൽ പോലും പറഞ്ഞിട്ടുണ്ട് ഇത് രാഷ്ട്രീയമാണ്, ഇത് രാഷ്ട്രീയത്തിലേക്കുള്ള പോക്കാണ്. ജമാഅത്തെ ഇസ്ലാമി എന്ന പേരുണ്ടെങ്കിലും അത് രാഷ്ട്രീയ കളിയാണെന്ന് അന്ന് പറഞ്ഞ ആ വാക്ക് ഇന്ന് ലോകത്ത് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമി അവരാദർശങ്ങളിൽ നിന്നൊക്കെ മാറ്റം വരുത്തി അവസാനം ഇഖാമത്തുദ്ദീനും ഹുകൂമത്തെ ഇലാഹിയും ഒക്കെ മാറ്റി ഇന്ന് വെറും രാഷ്ട്രീയക്കാരായി അവര് മാറി. അവർക്ക് ഒരു ആദർശത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അപ്പോഴും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അന്ന് പറഞ്ഞ അതേ വഴിയിൽ ഉറച്ചു നിൽക്കുകയാണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅ അതിന് പുറകോട്ട് പോകേണ്ടതില്ല. അതേ പ്രകാരം കടന്നു വന്ന, പക്ഷേ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, സമസ്ത വിദഅത്തുകാരോ വിഘടന വിധ്വംസക ശക്തികളോ കടന്നു വന്നപ്പോ സമസ്തയും സമസ്തയുടെ കീഴ്ഘടകങ്ങളും അതിനെ വിമർശിച്ചിട്ടുണ്ട്, അതിനെ എതിർത്തിട്ടുണ്ട്. അതിലേക്ക് ജനം പോകരുത് എന്ന് പല ജനങ്ങളെ ഉപദേശിച്ചിട്ടുണ്ട്. ആ കാലഘട്ടങ്ങളിൽ എല്ലാവരും അതിനെ ഒരുപോലെ അനുസരിച്ചിട്ടുണ്ടോ? എല്ലാവർക്കും അതുപോലെ ഒരു ഒറ്റയടിക്ക് മനസ്സിലായിട്ടുണ്ടോ? ഇല്ല. ഒരു കാലഘട്ടത്തിലും സമസ്ത പറഞ്ഞ ആശയങ്ങൾ പരിപൂർണമായി എല്ലാവരും ഒരുപോലെ സ്വീകരിച്ചിട്ടില്ല. നിങ്ങളൊട്ട് നോക്കൂ,
തീവ്രവാദി സംഘടന കടന്നു വന്നപ്പോ ആ തീവ്രവാദി സംഘടനയാണെന്ന് പറഞ്ഞപ്പോ SKSSFന്റെ നേതാക്കളോട് നിങ്ങളെന്താ ഒറ്റുകാരാണോ എന്ന് ചോദിച്ച ആളുകളില്ലേ? അന്ന് ഭീകരമായ തീവ്രവാദി സംഘടന കടന്നു വന്ന് ഇത് ഇന്ത്യക്ക് അപകടമാണെന്ന് SKSSF പ്രമേയം പാസാക്കിയപ്പോ നിങ്ങൾ ഒറ്റുകാരാണെന്ന് പറഞ്ഞ് സമസ്തയെ വിമർശിച്ച SKSFനെ കളിയാക്കിയവരുണ്ട്, രാഷ്ട്രീയക്കാരുണ്ട്. പക്ഷേ പിന്നീട് ഇത് അപകടമാണെന്ന് അവരും പ്രസ്താവന ഇറക്കേണ്ട അവസ്ഥയിലേക്കാണ് പിന്നീട് എത്തിയത്. ഇവിടെ നിങ്ങൾ നോക്കൂ, കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നൂരിഷാ തരീഖത്തിനെ എതിർത്തു സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. സമസ്ത അങ്ങനെ എന്തെങ്കിലും കാണുമ്പോഴേക്ക് എതിർത്തു ഒരു സംഘടനയൊന്നുമല്ല. വിശദമായി പഠിച്ച് വീണ്ടും പഠിച്ച് 100% ഇത് അപകടമാണെന്ന് ബോധ്യപ്പെടുമ്പോൾ ജനങ്ങളെ ബോധവൽക്കരിക്കുക മാത്രമേ സമസ്ത ചെയ്യാറുള്ളൂ. അതനുസരിക്കേണ്ടവർക്ക് അനുസരിക്കാം, സ്വീകരിക്കേണ്ടവർക്ക് സ്വീകരിക്കാം, തള്ളിക്കളയേണ്ടവർക്ക് തള്ളിക്കളയാം. ആരെയും ബലമായി സമസ്തയുടെ ആശയത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കണമെന്ന് പറഞ്ഞ് ബലം പ്രയോഗിക്കുന്ന സംഘടനയല്ല സമസ്ത. ഇൻ അലൈന ഇല്ലൽ ബലാഗുൽ മുബീൻ. പ്രവാചകരോട് വിശുദ്ധ ഖുർആൻ പറഞ്ഞു, എത്തിച്ചു കൊടുക്കുക എന്ന സന്ദേശം മാത്രമാണ് അള്ളാഹുവിന്റെ പ്രവാചകരെ നിങ്ങളിലുള്ളത്. നന്മയുള്ളവർ സ്വീകരിക്കും, അല്ലാത്തവർ തള്ളിക്കളയും. അതിന് പ്രശ്നമല്ല. സമസ്തക്ക് മാത്രമേ ഉള്ളൂ. സമസ്ത കണ്ട സത്യം വിളിച്ചു പറയും. അത് പെട്ടെന്ന് വിളിച്ചു പറയുന്നതല്ല. 100% പഠിച്ച് അപരിപൂർണമായി സത്യമാണെന്ന് ബോധ്യപ്പെട്ടാൽ അത് ജനങ്ങളോട് വിളിച്ചു പറയും. നൂരിഷാ തരീഖത്തിനെ എതിർത്തപ്പോൾ പോലും സമസ്തയുടെ പ്രമുഖരായ പല പ്രഭാഷകന്മാരും സമസ്തക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം എന്തേ? സമസ്ത പറഞ്ഞത് അപക്വമാണെന്ന് പറഞ്ഞുകൊണ്ട് അവര് മാറി. പലരും തിരിച്ചു വന്നിട്ടുണ്ട്. പക്ഷേ പലരും ഇന്നും ആ അപകടകരമായ വഴിയിലൂടെ പോകുന്നു. ആലുവ തരീഖത്ത് എന്ന് പറഞ്ഞൊരു തരീഖത്ത് കടന്നു വന്നു. എത്ര പ്രഭാഷകന്മാരും എത്ര എഴുത്തുകാരുമാണ് സമസ്തക്ക് നഷ്ടപ്പെട്ടത്. നമ്മൾ ചിന്തിക്കും സമസ്തയ്ക്ക് ഇവിടെ നഷ്ടമുണ്ടാകുമോ എന്ന്. സമസ്ത ഒരു തീരുമാനമെടുത്തു എന്നതിന്റെ പേരിൽ ആർക്കും സമസ്തക്ക് ഒരു പോറലും ഭൂമിയിലേക്കില്ല. കാരണം സമസ്ത ആളെ കൂട്ടാനുണ്ടാക്കിയ സംഘടനയല്ല. സമസ്ത അല്ലാഹുവിന്റെ ദീന് പ്രചരിപ്പിക്കാൻ ഉണ്ടാക്കിയ സംഘടനയാണ്. സ്വീകരിക്കുന്നവർക്ക് സ്വീകരിക്കാം, തള്ളേണ്ടവർക്ക് തള്ളിക്കളയാം. അല്ലാഹുവിന്റെ ദീന് പറയും, പറയേണ്ടടുത്ത് പറയും, പറയേണ്ടതുപോലെ പറയും. ആണ് കഴിഞ്ഞു പോയ നമ്മുടെ ഉലമാക്കന്മാരുടെ ശൈലി. ആ ശൈലിയാണ് ഇന്നും സമസ്തയിൽ നിലനിൽക്കുന്നത്. ഇവിടെ പറഞ്ഞല്ലോ, തബ്ലീഗ് ജമാഅത്തിനെ സമസ്ത എതിർത്തപ്പോ സമസ്തയിലെ ഉസ്താദന്മാർക്ക് പോലും പെട്ടെന്നത് ദഹിച്ചില്ല. പല ആളുകൾക്കും അത് മനസ്സിലായില്ല. വല്ലാത്തൊരു തീരുമാനം എന്ന് പറഞ്ഞ് അഖില കേരള ജംഇയ്യത്തുൽ ഉലമ പോലും ഉണ്ടായി. അവസാനം അവരും കുറച്ചു കാലം കഴിഞ്ഞപ്പോ മനസ്സിലായി സമസ്ത പറഞ്ഞത് തന്നെയാണ് സത്യമെന്ന്. അങ്ങനെ ഏത് കാലഘട്ടങ്ങളിലും സമസ്ത പറഞ്ഞ കാര്യങ്ങളൊക്കെ ജനങ്ങൾക്ക് അതുകൊണ്ടാണ് എന്റെ സഹോദരങ്ങളെ, സമസ്തയുടെ മഹാരഥന്മാരായ ഉലമാക്കൾ എടുക്കുന്ന തീരുമാനം അത് മനസ്സിലായി എന്താണെന്ന് അറിഞ്ഞില്ലെങ്കിലും ഞാൻ സാധാരണ പറയാറുണ്ട്, ശൈഖുനാ അത്തിപ്പറ്റ ഉസ്താദ് അല്ലാഹു ദറജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ. അത്തിപ്പറ്റ ഉസ്താദിനെ ഒരു പരിപാടിക്ക് ഒരു ത്വരീഖത്തുകാരെ ക്ഷണിക്കാൻ വേണ്ടി വന്നപ്പോ മഹാനായ ശൈഖുനാ അത്തിപ്പറ്റ ഉസ്താദ് ഇന്ന ത്വരീഖത്താണെന്ന് പറഞ്ഞപ്പോ അവരോട് പറഞ്ഞു, ഞാൻ വരില്ല. എന്തേ? കാരണം നിങ്ങൾ പഴച്ചതാണെന്ന് സമസ്ത പറഞ്ഞിട്ടുണ്ട്. അത്തിപ്പറ്റ ഉസ്താദിനോട് അവർ ചോദിച്ചപ്പോൾ എന്താണ് ഞങ്ങൾക്കുള്ള പിഴവ്? അത്തിപ്പറ്റ ഉസ്താദ് പറഞ്ഞത് 40 മഹാരഥന്മാരായ ഉലമാക്കൾ എടുത്ത തീരുമാനം അത് സത്യമാണ്. എന്താണ് പിഴവെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഉലമാക്കൾ അനുസരിക്കുന്ന എനിക്കത് അനുസരിക്കാതിരിക്കാൻ കഴിയില്ല. കാരണം അവർ പിഴവ് ജനങ്ങളോട് പറയില്ല. അവർ പഴച്ച വഴികളിലേക്ക് ജനങ്ങളെ കൊണ്ടുപോകില്ല. അതുകൊണ്ട് ഞാൻ അതനുസരിക്കുന്നു എന്ന് പറഞ്ഞ പ്രവാചകന്റെ സുന്നത്ത് എവിടെ എന്ന് ചോദിച്ചാൽ അതാ ആ നടക്കുന്ന മനുഷ്യനാണ് പ്രവാചകന്റെ ജീവിതത്തിന് സുന്നത്ത് അനുസരിക്കുന്നത് എന്ന് ഈ അടുത്ത കാലത്ത് ചൂണ്ടിക്കാണിക്കാൻ നമുക്ക് പറ്റിയ മഹാൻ. ആ മഹാന്റെ ജീവിത ശൈലി സമസ്ത പറയുന്നിടത്ത് നിന്നു എന്നാണ്. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. എന്റെ സഹോദരങ്ങളെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ വാരിപ്പുണർന്ന മഹാരഥന്മാരായ നമ്മളെ പണ്ഡിതന്മാർ, മഹാനായ ശംസുൽ ഉലമയും മഹാനായ കണ്ണിയത്ത് ഉസ്താദും മഹാനായ ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളും മഹാനായ PMSA ഫുക്കോയ തങ്ങളും മഹാനായ ഉമർ അലി ശിഹാബ് തങ്ങളും മഹാനായ ഹൈദർ അലി ശിഹാബ് തങ്ങളും അല്ലാഹു അവർക്ക് ദറജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ. അവരൊക്കെ കാണിച്ച ഒരു മാർഗരേഖ ആണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വഴി. ആ വഴിയുടെ പ്രചാരകരാണ് SKSSFന്റെ പ്രവർത്തകന്മാർ. അതിന്റെ പ്രവർത്തകരാണ് SKSSFന്റെ പ്രവർത്തകന്മാർ. അവരെ പറയുന്നത് എന്താണോ അത് പ്രവർത്തിക്കുകയും അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം അത് മുഴുവനും ചെയ്യുന്ന വിദ്യാർത്ഥി സംഘടനയാണ് SKSSF. പക്ഷേ മഹാന്മാരായ പണ്ഡിതന്മാരെയും ഉലമാക്കന്മാരെയും തമ്മിൽ തെല്ലിക്കാൻ വേണ്ടി ഇസ്ലാമിന്റെ ശത്രുക്കൾ
ശത്രുക്കൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന സത്യം നമ്മൾ ആരും മറന്നു പോകരുത്. നമുക്കറിയാം, പാണക്കാട് സയ്യിദന്മാർ, അല്ലാഹുവിന്റെ ഇസ്സത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ, പാണക്കാട് സയ്യിദന്മാരും സമസ്തയും ലയിച്ചു ചേർന്ന ഒരു കുടുംബ ബന്ധമാണ്. ലയിച്ചു ചേർന്ന ഒരു കുടുംബ ബന്ധമാണ്. സമസ്തക്ക് പാണക്കാട് സയ്യിദന്മാരെ മാറ്റി നിർത്താനാകുമോ? പാണക്കാട് സയ്യിദന്മാർക്ക് സമസ്തയെ മാറ്റി നിർത്താനാവുമോ? അത് ഇഴകിച്ചേർന്ന ബന്ധമാണ്. അതില്ലായ്മ ചെയ്യാൻ, അത് തകർക്കാൻ, അത് നശിപ്പിക്കാൻ ആരൊക്കെയോ ആസൂത്രിതമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ ബലിയാടുകളായി എന്റെ കൂട്ടുകാരെ ഞാനും നിങ്ങളും മാറരുത്. മഹാനായ ശംസുൽ ഉലമയുടെ ഭാര്യ ലോകത്തോട് വിട പറഞ്ഞ് മയ്യത്ത് ജനാസ മുന്നിൽ വെച്ച് ജനങ്ങൾ സഫ് കെട്ടി കാത്തിരിക്കുമ്പോ ശംസുൽ ഉലമ പറയുന്നുണ്ട്, നിസ്കരിക്കാനായിട്ടില്ല. പാണക്കാട്ട് തങ്ങൾ വരുന്നുണ്ട് നിസ്കരിക്കാൻ. പണ്ഡിത ലോകത്തെ ജ്യോതിർഗോളമായ ശംസുൽ ഉലമയെ പിന്നിൽ നിന്ന് മുന്നിലേക്ക് പാണക്കാട്ട് തങ്ങളെ നിർത്തിയ ശംസുൽ ഉലമയുടെ മക്കൾക്ക് പാണക്കാട് സയ്യിദന്മാരെ പരിഹസിക്കാനും ഇകഴ്ത്താനും കഴിയില്ലെന്ന് മാത്രമല്ല, മഹാന്മാരായ പാണക്കാട് സയ്യിദന്മാരെ കളിയാക്കിയ വഹാബിസം കൊണ്ട് ഇവിടെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എന്ത് തങ്ങന്മാര് അങ്ങനത്തെ ഒരു വിഭാഗം ലോകത്തുണ്ടോ? പാണക്കാട്ട് തങ്ങന്മാരുണ്ടെങ്കിൽ ഉമാഭാരതി തങ്ങളല്ലേ എന്ന് ചോദിച്ച വഹാബികളുടെ ക്ലിപ്പിങ്ങുകൾ നമുക്ക് കേൾക്കാം. ഞങ്ങൾ പറയുന്നു, അള്ളാഹുവിന്റെ റസൂലിന്റെ കുടുംബമാണ് സയ്യിദന്മാർ. ഈ ഉമ്മത്തിന് ഇസ്സത്ത് പകർന്ന കുടുംബമാണ് പാണക്കാട് സയ്യിദന്മാർ. അവരും സമസ്തയും ഒന്നിച്ച് അള്ളാഹുവിന്റെ ദീനിന്റെ പ്രവർത്തന ഗോതയിൽ മുന്നോട്ട് പോയ പഴയ കാലം അതെന്നും നിലനിൽക്കും. ഖിയാമത്ത് നാൾ വരെ അത് നിലനിൽക്കും. ആ വഴിയിലൂടെയാണ് ഇന്നും ഇതാ ഈ മഹത്തായ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുന്നത്, SKSSFന്റെ അമരത്തിരിക്കുന്നത് പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ. മുഖദ്ദസിലേക്ക് നിങ്ങളെ ക്ഷണിച്ചുകൊണ്ട് തിരുവനന്തപുരം മുതൽ യാത്ര ചെയ്യുന്ന ഒരു മഹാമനീഷി, അതാണ് പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങളും പാണക്കാട് സയ്യിദ് ഹാശർ അലി ശിഹാബ് തങ്ങളും. പാണക്കാട്ടെ കുട്ടികളുടെ തണലിലാണ് സമസ്ത വളരുന്നത്, SKSSF വളരുന്നത്, ഇന്നും സജീവമായി സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിക്കപ്പെടുന്നത്. അതുകൊണ്ട് ആ മഹാരഥന്മാര് കാണിക്കുന്ന നന്മയുടെ വഴിയിൽ നിന്ന് അവരെ തമ്മിലടിപ്പിക്കാൻ വിവരമില്ലാത്ത ആരെങ്കിലും മുമ്പിലേക്ക് എന്തെങ്കിലും സോഷ്യൽ മീഡിയയിലൂടെ എഴുതിവിട്ടാൽ വിവരമില്ലാത്തവർ ഏറ്റുപിടിച്ച് സുന്നത്ത് ജമാഅത്തിനെ തകർക്കാൻ എളുപ്പമാകുമെന്ന് കരുതിയ ക്ഷുദ്രജീവികളുടെ ആസൂത്രിതമായ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം. ഒന്നായി നമുക്ക് പറയാൻ കഴിയണം, പാണക്കാട് സയ്യിദന്മാരുടെയും സമസ്തയുടെയും വഴി ഒന്നാണ്. അവിടെ ഉണ്ടാകും ഞങ്ങൾ എന്ന് പറയാൻ എന്റെ സ്നേഹനിധികളായ സഹോദരങ്ങളെ നമുക്കെന്നും കഴിയണം. ആ വഴിയിലൂടെ മുന്നോട്ട് പോകണം. അതിനെ തല്ലി തകർത്തിട്ട് ഉള്ളിലൂടെ കയറി വരാൻ ആഗ്രഹിക്കുന്ന ചില ആളുകളുണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. 100ാം വാർഷികം ആഘോഷിക്കുന്ന ആളുകൾ ഇപ്പൊ വല്ലാത്ത ആനന്ദത്തിലാണ്, വല്ലാത്ത ആഹ്ലാദത്തിലാണ്. അവര് ശംസുൽ ഉലമയുടെ മക്ബറയിൽ പോയി സിയാറത്ത് ചെയ്ത് ജനങ്ങൾക്കിടയിൽ പബ്ലിസിറ്റി നേടുകയാണ്. ആരാണ് ശംസുൽ ഉലമ? ശംസുൽ ഉലമ സെക്രട്ടറി ആയ സമയത്ത് വേറൊരു സെക്രട്ടറിയെ തെരഞ്ഞെടുത്തവർക്ക് ശംസുൽ ഉലമയുടെ മദ്ഹ് പറയാൻ എന്ത് അവകാശം? കണ്ണികത്ത് ഉസ്താദ് പ്രസിഡന്റ് ആകുമ്പോ ആ വഴി ശരിയല്ലെന്ന് പറഞ്ഞ് മറ്റൊരാളെ പ്രസിഡന്റ് ആക്കിയവർക്ക് സമസ്തയുടെ പേര് പറയാൻ എന്ത് അവകാശം? പാണക്കാട് സയ്യിദന്മാര് ഖാദിയാകുമ്പോ അത് വേണ്ടെന്ന് പറഞ്ഞ് ജില്ലയിൽ ഖാദി നിശ്ചയിച്ചവർക്ക് പാണക്കാട്ട് തങ്ങളെ പൊരിശ പറയാൻ എന്ത് അവകാശം? 100ാം വാർഷികം ആഘോഷിക്കുകയാണ്. അതാർക്കും ആഘോഷിക്കാലോ. ജീവിതകാലത്തൊന്ന് കാണാൻ കൊതിച്ച ചില മനുഷ്യന്മാർക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടാകാം. എന്റെ കാലം കഴിയും മുമ്പ് ഒരു 100 വാർഷികം ആഘോഷിക്കുക എന്ന് തോന്നിയിട്ടുണ്ടാകാം. അവർക്കൊക്കെ ആഘോഷിക്കാം. പക്ഷേ സ്വയം വിഡ്ഢിത്തത്തിലാണെന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് അവർക്ക് വന്നില്ല. ശംസുൽ ഉലമയുടെ പാത സത്യമായിരുന്നെങ്കിൽ, പാണക്കാട് സയ്യിദന്മാരുടെ വഴി സത്യമായിരുന്നെങ്കിൽ, ഇവിടെ എന്തിനൊരു സംഘടന? 200ാം വാർഷികം വേണ്ടല്ലോ. 2 വിഭാഗത്തിന് ഒറ്റ 100ാം വാർഷികം ആഘോഷിക്കായിരുന്നു. ശംസുൽ ഉലമ പഴിച്ചെന്ന് പറഞ്ഞ് കണ്ണിയത്ത് ഉസ്താദിന്റെ വഴി ശരിയല്ലെന്ന് പറഞ്ഞ് പാണക്കാട്ട് തങ്ങന്മാരെ ഇകഴ്ത്തി മറ്റൊരു സംഘടനയുണ്ടാക്കിയതിലൂടെ തന്നെ അവരുടെ വഴി നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ പാണക്കാട് സയ്യിദന്മാരോട് അപമതിപ്പും സമസ്തയുടെ ഉലമാക്കന്മാരോട് വെറുപ്പും ഉണ്ടാക്കിയിട്ട് അവർക്ക് കാര്യം നേടാമെന്ന് പുത്തൻവാദികളും വിഘടിതന്മാരും ഒരുപോലെ മോഹിച്ച് നടക്കുന്ന സമയത്ത് സമസ്തയുടെ പ്രവർത്തകരെ ഇവിടെ നൗഷാദ് പറഞ്ഞതുപോലെ ജാഗ്രതയോടെ മുന്നോട്ട് പോവുക. നമ്മുടെ പ്രവർത്തനം സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനമാണ്. സയ്യിദുൽ ഉലമ, നിഷ്കളങ്കതയുടെ പ്രതീകമായ സയ്യിദുൽ ഉലമയും കരുണക്കടലായി നമുക്കിടയിൽ ജീവിക്കുന്ന മഹാനായ ശൈഖുനാ ശൈഖുൽ ജാമിയയും അതുപോലെയുള്ള മഹാരഥന്മാരും കാണിക്കുന്ന ഈ സമസ്തയുടെ പന്താവ് സജീവമായി ഏറ്റെടുത്ത് ജനങ്ങളിലേക്ക് എത്തിക്കാനും കുഗ്രാമങ്ങളിലുള്ള സമൂഹത്തെ ഈ സുന്നത്ത് ജമാഅത്തിന്റെ പാതയിൽ ഉറപ്പിച്ചു നിർത്താനും ഞാനും നിങ്ങളും സന്നദ്ധരാവുക, പ്രവർത്തിക്കുക, അതിനു വേണ്ടി അധ്വാനിക്കുക. അല്ലാഹു